ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിൽ വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 8 പ്രതികളുടെയും ശിക്ഷ 31 വർഷത്തിന് ശേഷം ഹൈക്കോടതി ശരിവെച്ചു. 7 വർഷം വീതം കഠിന തടവും 50,000 രൂപ വീതം പിഴയുമാണ് ശിക്ഷ. കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ 7 വർഷം തടവ് ശിക്ഷ കുറഞ്ഞു പോയെന്നും കോടതി. പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 1994 ജനുവരി 25 രാത്രി 8:30-ക്കാണ് RSS ജില്ലാ സഹകാര്യവാഹായിരുന്ന സദാനന്ദൻ മാസ്റ്ററെ CPM പ്രാദേശിക നേതാക്കളടങ്ങുന്ന അക്രമി സംഘം വെട്ടിവീഴ്ത്തിയത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ രാത്രിയുടെ മറവിൽ CPM അക്രമി സംഘം സദാനന്ദൻ മാഷിന്റെ 2 കാലുകളും വെട്ടിമാറ്റി. വിചാരണ കോടതി നേരത്തെ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് 7 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും ശിക്ഷ വിധിക്കുകയും പ്രിൻസിപ്പൽ സെഷൻസ് അത് ശരിവെച്ചുവെങ്കിലും ഹൈക്കോടതി വരെ നിയമപോരാട്ടം എത്തുകയുമായിരുന്നു. 2014 സദാനന്ദൻ മാസ്റ്റർ സമർപ്പിച്ച അപ്പീലിലും പ്രതികളുടെ പുനഃപരിശോധനാ ഹർജിയിലുമാണ് ശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ നിലവിലെ ഉത്തരവ്. കേസിലെ 1 മുതൽ 8 വരെയുള്ള പ്രതികളായ ശ്രീധരൻ, നാണു, കൃഷ്ണൻ, രാജൻ, രവീന്ദ്രൻ, സുരേഷ് ബാബു, ബാലകൃഷ്ണൻ എന്നിവർ 7 വർഷം കഠിന തടവ് അനുഭവിക്കണം. ഓരോ പ്രതികളും നൽകേണ്ട പിഴത്തുക ഹൈക്കോടതി 50,000 രൂപയായും ഉയർത്തി. 31 വർഷത്തെ സദാനന്ദൻ മാസ്റ്ററുടെ നീതിക്കായുള്ള കാത്തിരിപ്പും ഉത്തരവിൽ ഹൈക്കോടതി പ്രത്യേകം ചൂണ്ടിക്കാട്ടി. പ്രതികളുടെ ശിക്ഷ കുറയ്ക്കുന്നത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് CS സുധ ഭാവിയിൽ കുറ്റകൃത്യം ആവർത്തിക്കപ്പെടാനും ഇത് വഴിവെക്കുമെന്നും ഓർമ്മിപ്പിച്ചു. 2 കാലം ഛേദിക്കപ്പെട്ട സദാനന്ദൻ മാഷിന് നഷ്ടപരിഹാരം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് ഉചിതമാണെന്നും പക്ഷേ പ്രതികളുടെ പ്രായം കണക്കിലെടുത്ത് ശിക്ഷ ഉയർത്തുന്നില്ലെന്നും ഹൈക്കോടതി നിലപാടെടുത്തു. അതേസമയം കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ 7 വർഷം തടവ് ശിക്ഷ കുറഞ്ഞു പോയെന്നും എന്നിട്ടും സർക്കാർ അപ്പീലിന് പോകാതിരുന്നതും ഹൈക്കോടതി പരാമർശിച്ചു. കാരണങ്ങൾ സർക്കാരിന് തന്നെ അറിയാമെന്നും കോടതി വിലയിരുത്തി. ഇരയുടെ 27-ാം വയസ്സിലാണ് വധശ്രമം ഉണ്ടായത്. 31 വർഷം കടന്നുപോയി. ഇപ്പോഴും അദ്ദേഹം നീതിക്കായി കാത്തിരിക്കുകയാണെന്നും CPM അക്രമി സംഘം സദാനന്ദൻ മാഷിനെതിരെ നടത്തിയ ക്രൂരകൃത്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി എടുത്തു പറഞ്ഞു. ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ജാമ്യത്തിൽ തുടരുന്ന പ്രതികൾക്ക് ബന്ധപ്പെട്ട കോടതി മുഖേന അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കും. ജനം, കൊച്ചി.